രാവിലെ ഞാൻ കുറച്ച് ഉപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തിനാ ഈ ഉപ്പും കൊണ്ട് വന്നതെന്നായിരിക്കുമല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. കവറുപ്പ് വാങ്ങിച്ചതാണേ. അപ്പം ഞാൻ ഉപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉപ്പ് കാച്ചാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഉപ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ എല്ലാ വീട്ടിലും ഒരു ഉപ്പുകുപ്പി അല്ലെങ്കിൽ ഒരു ഉപ്പ് ചിരട്ട, ഉപ്പുകുപ്പി ഒരു ഉപ്പ് ചിരട്ടയും കാണും. എല്ലാ വീട്ടിലുള്ള സാധനമായിരുന്നു. ഒരു മൺഭരണിയോ അല്ലെന്നുണ്ടെങ്കിൽ കുപ്പി ഭരണിക്കകത്തോ ഉപ്പ് കാച്ചി വെച്ചിട്ട് അതിനകത്ത് ഒരു ഉപ്പ് ചിരട്ടയും കാണും. അപ്പം നമുക്ക് എന്തെങ്കിലും എരിവുള്ള കറിയൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ആ ഉപ്പ് ചിരട്ടയ്ക്കകത്ത് മുളക് ചുട്ട് ഇങ്ങനെ വീർത്ത് വരുമ്പോൾ നമ്മളെടുത്തത് ചോറൊക്കെ ഉണ്ണാൻ എടുക്കുമായിരുന്നു. അപ്പം ഈ ഉപ്പ് പരൽ നമുക്കന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. നമ്മൾ അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലത്തേ നമ്മൾ തേങ്ങ മുറി, ഇപ്പം ഇന്നെടുക്കുന്ന തേങ്ങ മുറി നാളെ എടുക്കുന്നത് നമ്മൾ ഈ ഉപ്പ് വരലിനകത്ത് കമത്തി വെച്ചിട്ടായിരുന്നു നമ്മളന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അന്നൊന്നും നമ്മൾ ആർക്കും തൈറോയിഡ്, ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അസുഖം നമ്മൾ ഇതിനകത്ത് കണ്ടിട്ട് നമ്മുടെ പഠിക്കുന്ന പുസ്തകത്തിനകത്ത് ഒരാളുടെ തൊണ്ട ഇങ്ങനെ വീങ്ങിയിരിക്കുന്നതായിട്ടാണ് ഞാൻ ഗോയിറ്റർ കണ്ടിട്ടുള്ളതല്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആർക്കും ഗോയിറ്റർ കണ്ടിട്ടില്ല. അപ്പോൾ ആ അയഡിൻ്റെ അംശം കുറവുള്ള ഉപ്പ് ഉപയോഗിക്കുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ അയഡിൻ ചേർന്ന ഉപ്പ്, ടി വിക്കകത്തൊക്കെ പരസ്യം ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ പൊട്ടിച്ചിടുന്നുണ്ടേ ഫ്രീ ആയിട്ട് വരുന്ന ഉപ്പ്, അത് കുറേ നാളങ്ങനെ അതിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ഗോയിറ്റർ ഇല്ലാത്തവർ പോലും അല്ലെങ്കിൽ അയഡിൻ്റെ അംശം കുറവില്ലാത്തവർ പോലും നമ്മൾ അയഡിൻ ഉപ്പ് ദിവസവും ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം നമ്മളൊരു 100 പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 പേരെടുക്കുകയാണെങ്കിൽ ഒരു 90 അല്ലെങ്കിൽ ഒരു 80 പേർക്കും തൈറോയിഡിൻ്റെ അസുഖമുള്ളവർ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ ഡോക്ടർ ചോദിക്കുന്നത് തൈറോയിഡ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് ഉപ്പ് കാച്ചാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ചട്ടി ഉണ്ടല്ലോ, കറിച്ചട്ടിക്കകത്ത് അരി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഉപ്പ് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അപ്പം അങ്ങനെ നമ്മൾ പല പല രോഗികളായി തീർന്നിരിക്കുന്നു. അപ്പം അയഡിൻ കുറയുന്നു, സിങ്ക് കുറയുന്നു, സോഡിയം കുറയുന്നു, അങ്ങനെ പല രീതികൾ. പക്ഷേ നമ്മുടെ പ്രകൃതിദത്തമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപ്പിനകത്ത് ഇതെല്ലാ കാര്യങ്ങളും നമുക്കന്നുണ്ടായിരുന്നു. സിങ്കും സോഡിയം എല്ലാം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപ്പിനകത്ത്. ഇപ്പോൾ ഈ ശുദ്ധീകരിച്ച് വരുന്ന ഉപ്പിനകത്ത് അയഡിൻ കൂടുതൽ ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിയിരിക്കുകയാണ്. അതിപ്പം ഒരുവിധം എല്ലാവർക്കും ഇപ്പം മനസ്സിലായി തുടങ്ങിയ കാര്യമാണ്. ഇപ്പോൾ ഉപ്പ് കാച്ചി ഉപയോഗിക്കാൻ ആളുകൾ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർമാർ പറയുന്ന പല്ലുപ്പ് ഉപയോഗിക്കാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അങ്ങനെ കാച്ചിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ഈ ഉപ്പ് ഞാൻ ഇതേപോലെ പ്രത്യേകിച്ചൊന്നും അറിയാനൊന്നും ഇല്ല കേട്ടോ. ഈ ഉപ്പ് നമ്മളെ തിളച്ച വെള്ളത്തിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കാച്ചിയെടുക്കും. ഇത് നല്ലതായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ചിട്ട് ഇപ്പം അതിങ്ങനെ മുകളിലടിയുമ്പോൾ അത് കോരിക്കളഞ്ഞ് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് അടിയാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല തെളിനീര് പോലെ ആകും. അപ്പോൾ അതിൻ്റെ അഴുക്കുകളെല്ലാം മാറിയിട്ട് നമുക്ക് ഇത് കുപ്പി ഭരണിയിലോ അല്ലെങ്കിൽ ചില്ലുകുപ്പിയിലോ എന്തിനകത്തെങ്കിലും നമ്മൾ കിട്ടുന്ന കുപ്പിക്കകത്തോ സൂക്ഷിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാര സാധനങ്ങളിലൊക്കെ ഈ ഉപ്പുവെള്ളം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മളെ മറ്റേ ഉപ്പ് പൊടി ഉപയോഗിച്ച് ശീലമായവർക്ക് കുറച്ച് ദിവസത്തേക്കൊരു പാടായിരിക്കും ഉപ്പുവെള്ളം ഒഴിച്ച് അതിൻ്റെ അളവൊക്കെ ക്ലിയറായി വരാനേ ഒരു പാടായിരിക്കും. അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമില്ല. അപ്പം നമ്മൾ അയഡിൻ്റെ ഉപ്പും നമ്മൾ ശീലമാക്കുന്നവർ അതും ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് നമ്മൾ പരലുപ്പ് കൂടെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഈ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ഒന്നും ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ.